അപ്പോൾ ഇത് നമ്മളുടെ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ പാർട്ട് 4 ആണ്. പാർട്ട് 3യിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാൻ തന്നിരുന്നു. ഇതായിരുന്നു പ്രോബ്ലം. Check whether the relation on A is equal to set 1, 2, 3, 4 given by R equals set of all ordered pairs 1, 2, 2, 2, 1, 1, 4, 4, 1, 3, 3, 3, 3, 2 is reflexive, symmetric or transitive. ഈ given relation റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ ആൻസർ പറയാം, നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഗിവൺ സെറ്റില് 4 എലമെന്റ്സ് ആണ് ഉള്ളത്. 1, 2, 3, 4. സോ റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ 1, 1, 2, 2, 3, 3, 4, 4 ഈ 4 പെയർ ഈ റിലേഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്. സോ അവർ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. നെക്സ്റ്റ് സിമെട്രിക്കിന്റെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. റിലേഷൻ സിമെട്രിക് ആണെങ്കിൽ, തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് ആണെങ്കിൽ അതിൽ ഓരോ പെയറും തിരിച്ചിടുമ്പോഴുള്ള പെയറും അവിടെ തന്നെ ഉണ്ടാവണം. ഉണ്ടോ എന്ന് നോക്കാം. 1, 2 എന്ന് പറയുന്ന പെയർ തിരിച്ചിട്ടാൽ 2, 1 ആണ്. അത് ആ റിലേഷനിലില്ല. സോ ഫസ്റ്റ് പെയറിൽ തന്നെ സിമെട്രിക്കിന്റെ കണ്ടീഷൻ ഫോൾസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. റീസൺ എഴുതണം. ഇതാണ് നമ്മുടെ റീസൺ. 1, 2 belongs to R, but 2, 1 does not belongs to R. Next, we have to check the condition for transitive. For that, first you take the ordered pair 1, 2. Its second component is 2. So, 2 will start in a വേറെ ഏതെങ്കിലും പെയർ ഉണ്ടോ എന്ന് നോക്കി. തൊട്ടടുത്തുള്ള പെയർ ഉണ്ട്. സോ നമ്മൾ 1, 2, 2, 2 എടുക്കാം. ഒരേപോലെയുള്ള കമ്പോണന്റ് 2, 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി വരുന്നത് 1, 2 ആണ്. 1, 2 എന്ന് പറയുന്ന പെയർ ഉണ്ടോ എന്ന് നോക്കി. 1, 2 ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ 2 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ പെയർ ഉണ്ടോ എന്ന് നോക്കി. വേറെ പെയറില്ല. സോ 1, 2 ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. നെക്സ്റ്റ് നമുക്ക് 2, 2 എന്ന് പറയുന്ന പെയർ എടുക്കണം. 2, 2 സെക്കൻഡ് കമ്പോണന്റ് 2 ആണ്. 2 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ പെയറില്ല. അതുകൊണ്ട് 2, 2 ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ദെൻ 1, 1 ആണ് എടുക്കേണ്ടത്. 1, 1 സെക്കൻഡ് കമ്പോണന്റ് 1 ആണ്. 1 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ പെയർ ഉണ്ടോ എന്ന് നോക്കുക. 1 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ പെയർ ഉണ്ട്. 1, 2, 1, 1 1, 2 എടുക്കുക. 1, 1, 1, 2 രണ്ടിലെ ഒരേപോലെ ആക്കിയ കമ്പോണന്റ് കളഞ്ഞു. അപ്പൊ ബാക്കി വരുന്നത് 1, 2. 1, 2 ഉണ്ടോ എന്ന് നോക്കി. 1, 2 ഇവിടെ ഉണ്ട്. സോ അതില് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് 1, 1 ആൻഡ് 1, 3. 1, 1 സെക്കൻഡ് കമ്പോണന്റ് 1, 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്. അപ്പൊ ഇത് രണ്ടുമാണ് എടുക്കേണ്ടത്. 1, 1 1, 3 എടുത്തപ്പോൾ ഇതിന്റെ സെക്കൻഡ് കമ്പോണന്റ് സെയിം കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി വേണ്ടത് 1, 3 ആണ്. 1, 3 എന്ന് പറയുന്ന ഓർഡർ പെയർ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. 1, 3 ഇവിടെ ഉണ്ട്. അതുകൊണ്ട് 1, 1 എന്ന് പറയുന്ന പെയറിൽ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് 4, 4 എടുത്തു. 4 സെക്കൻഡ് കമ്പോണന്റ് 4 ആണ്. 4 സ്റ്റാർട്ട് ചെയ്ത വേറെ പെയർ ഉണ്ടോ എന്ന് നോക്കി. വേറെ പെയറില്ല. അതുകൊണ്ട് 4 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് 1, 3 എടുക്കുക. 1, 3 സെക്കൻഡ് കമ്പോണന്റ് 3 സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടടുത്ത് തന്നെയുടെ ഒരു പെയർ ഉണ്ട്. അതെടുക്കുക. 3 കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വന്നത് 1, 3 നോക്കുക. 1, 3 ഉണ്ടോ. 1, 3 ഇവിടെ ഉണ്ട്. സോ അവിടെയും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ 1, 3 3, 2 എടുക്കാം. 1, 3, 3, 2 1, 3, 3, 2 ഇത് രണ്ടും ഒരേപോലെ ആക്കിയത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി വന്നത് 1, 2 ആണ്. 1, 2 എന്ന് പറയുന്ന പെയർ ഇവിടെ ഉണ്ട്. സോ അവിടെയും സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് 3, 3 എന്ന് പറയുന്ന പെയറാണ്. 3 തുടങ്ങുന്ന നെക്സ്റ്റ് പെയർ ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കളയാം. ഇത് രണ്ടും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വന്നത് 3, 2 ആണ്. 3, 2 എന്ന് പറയുന്ന പെയർ ഇവിടെ ഉണ്ട്. സോ അവിടെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ 3, 2 ആണ് എടുക്കേണ്ടത്. 3, 2 സെക്കൻഡ് കമ്പോണന്റ് 2 ആണ്. 2 സ്റ്റാർട്ട് ചെയ്യുന്ന പെയർ ഇവിടെ ഉണ്ട്. 3, 2, 2, 2 എടുത്തു. 3, 2, 2, 2 ഒരേപോലത്തെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി വന്നത് 3, 2 ആണ്. 3, 2 എന്ന് പറയുന്ന ഓർഡർ പെയർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കി. ഇവിടെ ഉണ്ട്. സോ അവിടെയും ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ നമ്മൾ ചെക്ക് ചെയ്യാനെടുത്ത എല്ലാ കേസിലും ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. റിലേഷനിലെ എല്ലാ പെയറിലും നമ്മൾ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. എല്ലായിടത്തും ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
Then നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. നോക്കാം. The problem, check whether the relation on A equal to set 1, 2, 3, etc. 13, 14 defined as R equal to set of all ordered pairs xy such that 3x minus y is equal to 0 is reflexive, symmetric and transitive. ഇതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ തന്നെ ഈ റിലേഷൻ ഈ സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം റിലേഷന്റെ റോസ്റ്റർ ഫോം ആണ് തന്നിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോം ആണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദ സെറ്റ് ബിൽഡർ ഫോം ഇൻ ടു റോസ്റ്റർ ഫോം. സോ നോക്കാം. ദിസ് റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ ദിസ് സെറ്റ്. സോ ഇതിലെ എക്സും വൈയും എവിടെ ഉണ്ടാവണം? എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആയിരിക്കണം. Then the connection given is 3x minus y is equal to 0, which implies y is equal to 3x ആണ്. ഈ yനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കൂ. Then y is equal to 3x. അതായത് x വാല്യൂവിന്റെ ട്രിപ്പിൾ ആയിരിക്കും എപ്പോഴും y വാല്യൂ. അതായത് x 1 ആണെങ്കിൽ y എന്തായിരിക്കും? 3 ആയിരിക്കും. 3 into 1 3. x 2 ആണെങ്കിൽ y വാല്യൂ എന്തായിരിക്കും? 2വിന്റെ ട്രിപ്പിൾ. അപ്പൊ 3 into 2 6 ആയിരിക്കും. സോ ഇതാണ് വൈയും എക്സും തമ്മിലുള്ള കണക്ഷൻ. ഇനി നമുക്ക് ഈ റിലേഷന്റെ റോസ്റ്റർ ഫോം എഴുതി നോക്കാം. എക്സിന്റെയും വൈയുടെയും വാല്യൂസ് എല്ലാം സെറ്റ് എയിലെ എലമെന്റ്സ് ആയിരിക്കണം. സെറ്റ് എയിലെ ഫസ്റ്റ് എലമെന്റ് നോക്കാം 1. സോ എക്സിന് ഞാൻ ആദ്യം 1 കൊടുക്കുന്നു. കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കണം. കണക്ഷൻ നോക്കാം. y is equal to 3x. എന്താണോ x എഴുതുന്നത് അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആയിരിക്കും y-യുടേത്. സോ 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ y-യുടെ വാല്യൂ 3 into 1 3. എക്സിന് 2 കൊടുത്താൽ y വാല്യൂ 3 into 2 6. എക്സിന് 3 കൊടുത്താൽ y വാല്യൂ 3 into 3 9. എക്സിന് 4 കൊടുത്താൽ y-യുടെ വാല്യൂ 3 into 4 12. Then എക്സിന് 5 കൊടുത്താൽ വൈയുടെ വാല്യൂ 15 എന്നാണ് വരുന്നത്. 15 എന്ന് പറയുന്ന എലമെന്റ് എയിലില്ല. സോ ഇത്രയും പേയേഴ്സ് മാത്രമേ ഈ റിലേഷനിൽ പോസിബിൾ ആയിട്ടുള്ളൂ. സോ ഇതാണ് നമ്മുടെ റിലേഷന്റെ റോസ്റ്റർ ഫോം. ഇനി നമുക്ക് ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് 1, 2, 3, etc. 14 ആണ്. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 1, 1, 2, 2, 3, 3 ഇങ്ങനെയുള്ള പെയേഴ്സ് ഉണ്ടാവണം. റിലേഷനിൽ അങ്ങനെയുള്ള പെയേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയേ. 1, 1, 2, 2, 3, 3 അങ്ങനെ യാതൊരു പെയേഴ്സും ആ റിലേഷനിൽ ഇല്ല. സോ ദ റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ് അല്ലാതിരിക്കാനുള്ള റീസൺ ചോദിച്ചാൽ എന്താ എഴുതണ്ടേ? 1, 1, 2, 2, 3, 3 ഇങ്ങനെയുള്ള പെയറൊന്നും അവിടെ ഇല്ല, ആ റിലേഷനിൽ ഇല്ല എന്നാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ എഴുതി കാണിക്കണം നമ്മള്. നെക്സ്റ്റ് നമുക്ക് സിമെട്രിക്കിന്റെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. റിലേഷനിലുള്ള ഓരോ പെയറും തിരിച്ചിടുമ്പോഴുള്ള പെയർ ആ റിലേഷനിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ റിലേഷൻ ഇതാണ്. ഫസ്റ്റ് പെയർ 1, 3, 1, 3 തിരിച്ചിട്ടാൽ 3, 1. ഈ റിലേഷൻ ഇല്ല. സോ ദ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. റീസൺ എഴുതണം നമുക്ക്. സോ ഇതാണ് റീസൺ. 1, 3 belongs to R but 3, 1 does not belongs to R. നെക്സ്റ്റ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പെയർ എടുത്തു 1, 3. 1, 3യുടെ സെക്കൻഡ് കമ്പോണന്റ് 3 ആണ്. 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് പെയർ 3, 9 ഉണ്ട്. 3, 3 കട്ട് ചെയ്തു. ബാക്കി വരുന്നത് 1, 9. 1, 9 എന്ന് പറയുന്ന പെയർ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. ദ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് അല്ല. റീസൺ എഴുതാം. ഇതാണ് ട്രാൻസിറ്റീവിന്റെ റീസൺ. 1, 3 belongs to R and 3, 9 belongs to R but 1, 9 does not belongs to R. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Our next problem is check whether the relation on the set capital N of natural numbers defined by R equal to set of all ordered pairs xy such that y equal to x plus 5 and x less than 4 is reflexive, symmetric or transitive. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന സെറ്റിലാണ്. എൻ എന്ന് പറയുന്ന സെറ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അതുപോലെ റിലേഷന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് തന്നിരിക്കുന്നത്.
എന്നിട്ട് ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ഇറ്റ്സ് റോസ്റ്റർ ഫോം. നോക്കാം, ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 എക്സെട്ര ആ നമ്പേഴ്സ് ആണ്. അപ്പൊ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആ നമ്പേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ബട്ട് ഈ റിലേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എക്സ് ലെസ് ദാൻ 4. എക്സിന്റെ വാല്യൂ 4നേക്കാൾ ലെസ് ആയിരിക്കണം. സോ എക്സിന്റെ വാല്യൂ 4നേക്കാൾ ചെറുത് വരുന്നത് ഏതൊക്കെ നമ്പർ ആണെന്ന് നോക്കാം. സോ എക്സ് ക്യാൻ ടേക്സ് ദ വാല്യൂസ് 1 2 and 3. ദെൻ കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കണം. y കാണാനുള്ള കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. y is equal to x plus 5. സോ നമുക്ക് റോസ്റ്റർ ഫോം എഴുതാം. ഫസ്റ്റ് എക്സിന് കൊടുക്കേണ്ട വാല്യൂ 1. എക്സിന് 1 കൊടുത്തു. ദെൻ കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കണം. y equal to x plus 5 എന്നാ പറഞ്ഞിരിക്കുന്നത്. എക്സിന് 1 കൊടുക്കുമ്പോൾ y വാല്യൂ 1 plus 5 6. എക്സും വൈയും നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ബിക്കോസ് എക്സ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പറിന്റെ സെറ്റിലാണ്. 1 6. എക്സിന് മാത്രമാണ് ഒരു ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. വൈയുടെ വാല്യൂ നാച്ചുറൽ നമ്പർ ഏത് വേണമെങ്കിലും ആവാം. ദെൻ എക്സിന് ഞാൻ നെക്സ്റ്റ് 2 കൊടുക്കുവാണ്. കറസ്പോണ്ടിങ് വൈ വാല്യൂ 2 plus 5 7. എക്സിന് 3 കൊടുക്കുവാണ്. കറസ്പോണ്ടിങ് വൈ വാല്യൂ 3 plus 5 8. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 4 എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പേയേഴ്സേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റിലേഷന്റെ റോസ്റ്റർ ഫോം. ഇനി നമുക്ക് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. 1 1 2 2 3 3 ഇങ്ങനെയുള്ള പെയർ അവിടെ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആ പെയേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. സോ അവർ റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ റീസൺ എഴുതുന്നതെന്ന്, അത് നോക്കി എഴുതണം. ദെൻ സിമെട്രിക്, ഓരോ പേരും തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 1 6 എന്ന് പറയുന്ന പെയർ തിരിച്ചിട്ടാൽ 6 1 ആണ്. തിരിച്ചു വന്നിട്ടില്ല. സോ ദ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫസ്റ്റ് പെയർ 1 6. 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ പെയർ ഇല്ല. അപ്പോൾ ചെക്ക് ചെയ്യാൻ പെയർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയും 1 6ലെ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 2 7. 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ പെയർ ഇല്ല. അതുകൊണ്ട് 2 7ൽ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയും. 3 8. 8ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ പെയർ ഇല്ല. അതുകൊണ്ട് 3 8ലും സാറ്റിസ്ഫൈ ചെയ്തു. സോ ദ ഗിവൺ റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ്, നോട്ട് സിമെട്രിക്, ബട്ട് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണ്. റീസൺ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോലെ എഴുതുക. Then next problem. Our next problem is check whether the relation on set 1 2 3 4 5 6 defined by R equal to set of all ordered pairs AB such that B equal to A plus 1 is reflexive, symmetric or transitive. ഇവിടെയും അതുപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോം ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ റോസ്റ്റർ ഫോം എഴുതണം. എന്നിട്ടാണ് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് 1 2 3 4 5 6ലാണ്. അതുകൊണ്ട് ഓർഡേഡ് പെയറിലെ എയും ബിയും തന്നിരിക്കുന്ന സെറ്റിലുള്ള എലമെന്റ്സ് ആയിരിക്കണം. സോ റോസ്റ്റർ ഫോം എഴുതാം. നമുക്ക് എയും ബിയും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് 1. എനേക്കാൾ എപ്പോഴും 1 മോർ ആയിരിക്കണം ബി. സോ ഫസ്റ്റ് പെയർ നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അതുകൊണ്ടാണ് ഞാൻ എക്ക് ആദ്യം 1 കൊടുത്തത്. എക്ക് 1 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ബി വാല്യൂ കണ്ടുപിടിക്കാം. എ പ്ലസ് 1 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 plus 1 2. ദെൻ 2 കൊടുത്താൽ 2 plus 1 3. ഇതാണ് നമ്മുടെ റിലേഷന്റെ റോസ്റ്റർ ഫോം. ബി വാല്യൂ എല്ലാം എ വാല്യൂവിനേക്കാൾ 1 മോർ ആയിരിക്കണം. സോ ഇനി നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് ആണോ എന്നറിയാൻ 1 1 2 2 3 3 ആ പേയേഴ്സ് ആണോ ഉണ്ടോ എന്ന് നോക്കേണ്ടത്. ആ പേയേഴ്സ് ഒന്നും വന്നിട്ടില്ല. സോ അവർ റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അവർ റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. റീസൺ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞ പോലെ എഴുതാം. നെക്സ്റ്റ് സിമെട്രിക്, പേയേഴ്സ് തിരിഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് പെയർ 1 2 തിരിച്ചിട്ടാൽ 2 1 ആണ്. റിലേഷൻ ഇല്ല. അതുകൊണ്ട് ഇവൻ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. നെക്സ്റ്റ് നമുക്ക് ട്രാൻസിറ്റീവ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ പെയർ എടുത്തു 1 2. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് പെയർ എടുത്തു 2 3. 2ഉം 2ഉം കളഞ്ഞാൽ ബാക്കി വന്നത് 1 3. 1 3 ഇവിടെ ഉണ്ടോ എന്ന് നോക്കി. 1 3 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഈ റിലേഷനിൽ ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല, ട്രാൻസിറ്റീവും അല്ല.
So our relation is not reflexive, not symmetric and not transitive. ട്രാൻസിറ്റീവിന്റെ റീസൺ എഴുതണം. 1 2 എന്ന് പറയുന്ന പെയർ ആറിലുണ്ട്, 2 3 എന്ന് പറയുന്ന പെയർ ആറിലുണ്ട്, ബട്ട് 1 3 എന്ന് പറയുന്ന പെയർ ആറിലില്ല. സോ ദ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ബാക്കിയുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.